ഇപ്പോൾ ഈ കാണുന്നത് പോലെ നിങ്ങളുടെ വീടിന്റെ അകത്തും പുറത്തും എല്ലാം ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള ലൈറ്റുകളാണെങ്കിലും ആളുകളോ കള്ളന്മാരോ മൃഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകാനുള്ള ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ വീഡിയോയിലുള്ളത്. സാധാരണ LED ബൾബുകളും ഫാൻസി ലൈറ്റുകളും ഫ്ലഡ് ലൈറ്റുകളും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹമീദ് ഓർബിറ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യുക. ഇത് നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ലൈക്കും കൂടി തന്നേക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെൻസർ സ്വിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. വളരെ സിമ്പിളായിരുന്നു. ഏത് സാധാരണക്കാർക്കും കൊടുക്കാവുന്ന രീതിയിൽ ആകെ 2 കണക്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഒരു സ്വിച്ച് പോലെ കണക്ട് ചെയ്യാവുന്നത്. പക്ഷേ അതിൻ്റെ ലഭ്യത കുറവും ക്വാളിറ്റി പ്രശ്നങ്ങളും ഒക്കെ കാരണം നമ്മൾ അതിപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആർക്കും ഏതൊരു സാധാരണക്കാർക്കും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് സെൻസറുകൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 4 വയറുകളുള്ള ഒരു മോഷൻ സെൻസർ സ്വിച്ചാണ്. ഇത് PIR മോഷൻ സെൻസറാണ്. ഇതിൻ്റെ 3 മീറ്റർ പരിധിയിൽ ആളുകളോ അല്ലെങ്കിൽ വലിയ മൃഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. അത്തരത്തിലുള്ളതാണ്. ഇത് നമുക്ക് ആകെ 1 ഇഞ്ച് മാത്രമാണ് ഇതിൻ്റെ വ്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ സീലിങ്ങിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3/4 ഇഞ്ച് കട്ടിയൊക്കെയുള്ള എന്തെങ്കിലും ഷീറ്റുകളിലോ ഒക്കെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതൊക്കെയാണ് ഇതിൻ്റെ അളവുകൾ വരുന്നത്. 3/4 ഇഞ്ചൊക്കെയുള്ള ഒരു ഷീറ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് മുറുക്കി വെക്കാൻ പറ്റും. 1 ഇഞ്ചിൻ്റെ ഹോൾ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കൃത്യമായിട്ട് കയറ്റി വെക്കാൻ പറ്റും. പിന്നെ എത്ര ചെറിയ കുറഞ്ഞ, അതായത് കനം കുറഞ്ഞ ഷീറ്റുകളിലും നമുക്കിത് ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കണക്ഷനുകൾ വളരെ സിമ്പിളാണ്. നിലവിൽ നിങ്ങളുടെ ലൈറ്റിലേക്ക് പോകുന്ന 2 കണക്ഷനുകൾ ഇടയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഹോൾഡറിലേക്ക് പോകുന്ന 2 വയറുകൾ ഇതുപോലെ, ഇതിൽ 2 വയറുകൾ ചെറുതും 2 വയറുകൾ വലുതുമാണുള്ളത്. 2 ചെറിയ വയറുകൾ വരുന്നത് യെല്ലോ വയറിലേക്ക് ഹോൾഡറിൻ്റെ ഒരു കണക്ഷനും ബ്ലൂ വയറിലേക്ക് ഹോൾഡറിൻ്റെ 2ാമത്തെ കണക്ഷനും ഇതുപോലെ കണക്ട് ചെയ്യുക. പിന്നെയുള്ളത് 2 വലിയ വയറുകളാണ്. അത് ഒന്ന് ബ്രൗണും ഒന്ന് ബ്ലൂവുമാണുള്ളത്. അതിലേക്കാണ് സപ്ലൈ വരുന്ന ഭാഗം കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് പോകുന്ന ഹോൾഡർ ചെറിയ യെല്ലോ ബ്ലൂ വയറുകളിലേക്ക് കണക്ട് ചെയ്തു. ഇനി വലിയ ബ്രൗണ് ബ്ലൂ വയറുകളാണുള്ളത്. അതിലേക്ക് സപ്ലൈ ആണ് കണക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പിൻ വയർ എടുത്ത് അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ സപ്ലൈ വരുന്ന ഭാഗം നമ്മൾ വലിയ വയറുകളിലേക്കും ഔട്ട്പുട്ട് പോകുന്ന ഭാഗം ചെറിയ വയറുകളിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ആയിട്ട് ജോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നവയെല്ലാം നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഇതെല്ലാം ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്ഷനുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇതിൽ വലിയ 2 വയറുകളായ ബ്രൗൺ ബ്ലൂ വയറുകളിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഔട്ട്പുട്ടിന്റെ വയറായ യെല്ലോ ബ്ലൂ എന്ന ചെറിയ 2 വയറുകളിൽ നിന്നാണ് ഹോൾഡർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു ലൈറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു 9 വാട്ടിന്റെ LED ബൾബാണ്. ഇതിലേക്ക് നമുക്ക് 40 വാട്ട് വരെയാണ് ഇപ്പോൾ ഈ കാണിച്ച സെൻസറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരു വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ലൈറ്റുകളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹെവി ആയിട്ടുള്ള ലൈറ്റുകളും ഫ്ലഡ് ലൈറ്റുകളും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഐറ്റം ഞാനിതിൽ തുടർന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇനി ഈ സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിലായിട്ട് 2 സ്വിച്ചുകളുണ്ട്. അത് നീക്കാവുന്ന രീതിയിലുള്ള സ്വിച്ചാണ്. അതിൽ ഓരോ സ്വിച്ചിലും 3 ഓപ്ഷനുകളാണ് ഉള്ളത്. അതിൽ നമുക്ക് ഈ സെൻസർ ഉപയോഗിച്ചിട്ട് പകലും രാത്രിയും വർക്ക് ചെയ്യുന്ന രീതിയിലും, അല്ലെങ്കിൽ രാത്രി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും, അല്ലെങ്കിൽ കുറച്ച് മാത്രം ഇരുട്ടാവുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലും സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം ലൈറ്റ് തെളിയണം എന്നുള്ളതും നമുക്കിതിൽ 2ാമത്തെ സ്വിച്ചിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് 5 മിനിറ്റ് സെറ്റ് ചെയ്യാം, 45 സെക്കൻഡ് സെറ്റ് ചെയ്യാം, 15 സെക്കൻഡും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മുകളിലുള്ള സ്വിച്ചിൽ നമ്മൾ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിൽ ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൾ ഡേ, അതായത് നമുക്ക് പകലും രാത്രിയും എല്ലാം ഇപ്പോൾ ഈ കിടക്കുന്ന പൊസിഷനിൽ വർക്ക് ചെയ്യും. ഇനി നല്ല വെളിച്ചമുള്ളപ്പോൾ വേണ്ട, കുറച്ച് വെളിച്ചം കുറവുള്ള സമയത്ത് മാത്രം മതിയെങ്കിൽ അത് നടുവിലാക്കി വെച്ചാൽ മതി. പിന്നെ 2ാമത്തെ അടിയിലുള്ള സ്വിച്ച് അത് ടൈമിൻ്റെ, അത് നമ്മളിപ്പോൾ ഒരു വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെക്കുന്നതെങ്കിൽ ഒരു 15 സെക്കൻഡൊക്കെ മതിയാവും. അവിടെ തുടർച്ചയായിട്ട് ചലനമുണ്ടെങ്കിൽ അത്രയും സമയം അത് തെളിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ചലനം ഇല്ലാത്ത സമയത്താണ് ഇത് 15 സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവുന്നത്.
ഇത് രാത്രി മാത്രമാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ മുകളിലുള്ള സ്വിച്ച് ഡീപ്പ് ഡാർക്ക് എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗത്തേക്കാണ് നീക്കി വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ടൈം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആയാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ 15 സെക്കൻഡിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഒരു ചലനം ഉണ്ടാകുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമ്മളൊരു ചലനവും ഇല്ലാതെ നിൽക്കുമ്പോൾ അത് 15 സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവുന്നുമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് മാക്സിമം 40 വാട്ട് വരെ ലോഡ് ചെയ്യാൻ പറ്റിയ ചെറിയ സെൻസറാണ്. ഇത് സ്വിച്ച് ഇല്ലാത്ത ടൈപ്പുകളും വരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ആരും പെടാൻ നിൽക്കണ്ട. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് സ്വിച്ച് ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതിന് വില കുറവാണ്. ഏകദേശം 200 രൂപ മുതലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയ രീതിയിൽ ക്രമീകരിച്ച് ഉപയോഗിക്കാൻ സ്വിച്ച് ഓപ്ഷൻ ഉള്ളത് തന്നെ വാങ്ങുക. അതിന് ഏകദേശം ഒരു 420 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കിട്ടും. ഇതിന്റെ പല വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് കൂടുതൽ ലോഡ് കൊടുക്കാവുന്ന സെൻസർ സ്വിച്ചിനെ പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 1200 വാട്ട് വരെ ലോഡ് കൊടുക്കാവുന്നതാണ്. ഇത് റഡാർ സെൻസർ ടെക്നോളജിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നേരെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്നൊന്നുമില്ല. ഇത് 360 ഡിഗ്രി ആംഗിളിൽ എവിടെ ചലനം ഉണ്ടായി കഴിഞ്ഞാലും സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള സെൻസർ സ്വിച്ചാണ്. ഇതുപോലെ തന്നെ ലോഡ് കൂടുതൽ കണക്ട് ചെയ്യാവുന്ന നേരത്തെ കാണിച്ച രീതിയിലുള്ള PIR മോഷൻ സെൻസർ സ്വിച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് 1200 വാട്ട് വരെ ലോഡ് കണക്ട് ചെയ്യാവുന്ന PIR മോഷൻ സെൻസർ സ്വിച്ച് ആണ്. ഇത് നേരത്തെ കാണിച്ച റഡാർ സെൻസർ സ്വിച്ച് പോലെയല്ല. ഇത് PIR ടെക്നോളജിയാണ്. ഇതിന്റെ 180 ഡിഗ്രി ആംഗിളിൽ ആളുകൾ വന്നാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുഭാഗത്തുള്ള ചലനത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ റഡാർ സെൻസർ ടെക്നോളജി ഉള്ളത് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന സെൻസർ ഹോൾഡർ PIR മോഷൻ സെൻസർ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഹോൾഡർ മാറ്റിയിട്ട് ഇതിലേക്ക് AC സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾഡറിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ബൾബ് ഏതാണെങ്കിലും വർക്ക് ചെയ്യും. ഇതിൽ ത്രെഡ് ടൈപ്പ് ബൾബുകളും സാധാരണ ബൾബുകളും എല്ലാം ഉപയോഗിക്കാം. അതിനുള്ള അഡാപ്റ്റർ കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. വാട്ട്സ് കൂടിയ വലിയ ബൾബ് ഉപയോഗിക്കുന്നവർക്കാണ് ഇതുപോലത്തെ സെൻസർ ഹോൾഡർ കൊണ്ട് പ്രയോജനമുള്ളത്. ഇനി സാധാരണ ലൈറ്റ് മതിയെങ്കിൽ 10 വാട്ടിന്റെ സെൻസർ ഉൾപ്പെടെയുള്ള സെൻസർ ബൾബ് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ അലാറം വെച്ചതും ലഭ്യമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിന്റെ സിറ്റ് ഔട്ടിലൊക്കെ പട്ടിയും പൂച്ചയും വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെയും ഓഫീസിന്റെയും ഒക്കെ പുറത്തുള്ള ലൈറ്റുകളും ലൈറ്റ് ബോർഡുകളും എല്ലാം വൈകുന്നേരം ഓൺ ചെയ്യാൻ ആളില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആകാനും പകലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകാനും പറ്റിയ രീതിയിലുള്ള ഡേ നൈറ്റ് സെൻസർ സ്വിച്ചുകളും ലഭ്യമാണ്. ഇതിന്റെ എല്ലാം വീഡിയോകൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ച ചെറിയ സെൻസർ ഞാനിവിടെ വാഷ് ബേസിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റിന്റെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ലൈറ്റിന്റെ 3 മീറ്റർ പരിധിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തെളിയും. പിന്നെ നമ്മുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നും പോയാൽ പിന്നെ ഇതിൽ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് വീടിന്റെ ഏത് ഭാഗത്തും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ വീടിനെയും ഓഫീസിനെയും ഒക്കെ സ്മാർട്ട് ആക്കിയിട്ട് നിങ്ങളുടെ ഒരുപാട് സമയവും പണവും ഒക്കെ ലാഭിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സെൻസറുകൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഏതൊരു സാധാരണക്കാർക്കും കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഇത്തരത്തിലുള്ള സെൻസറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതുപോലത്തെ സെൻസറുകളുടെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്